വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കയാണ്. ഇത് വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു കോവയ്ക്കയുമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ അബിയുവിൻ്റെ ഒരു എപ്പിസോഡ് ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് ഈ കോവയ്ക്ക ഒരു സ്പെഷ്യൽ തരത്തിൽ ഒന്ന് മെഴുക്കുപുരട്ടി വെച്ച് കാണിക്കാം. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് വേഗം ഈ കോവയ്ക്ക മെഴുക്കുപുരട്ടി ചെയ്യാം. അതൊന്ന് വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നല്ല ഫ്രഷായിട്ട് നോക്കി, നല്ല പച്ച കളറിലിരിക്കുന്ന നല്ല പരുവമാണ്. ഞാൻ ഇച്ചിരി വീതി കുറച്ചാണ് അരിയുന്നത്. ഇങ്ങനെ ഇച്ചിരി ചെറുതായിട്ടാണ് ഞാൻ അരിയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അരിയാം, പക്ഷേ എല്ലാം ഒരേ സൈസിൽ അരിയുക. നമുക്ക് ഈ കോവയ്ക്കകത്തേക്ക് ഒരല്പം ഉപ്പിടാം, അല്പം മഞ്ഞളിടും. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്നിരുന്നാൽ മതി. അപ്പോൾ ഈ സ്പെഷ്യൽ റെസിപ്പിക്കകത്ത് നമ്മൾ ചുവന്നുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്താണ് ഈ മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ചെയ്യുന്നത്. വറ്റൽമുളക് അത് നല്ല ഡ്രൈ ആയിട്ടുള്ളതാണിത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് നല്ല എന്താ പറയുന്നത്, നല്ലപോലെ ഉണങ്ങിയ മുളകാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞോളും. ഇടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തണ്ടങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇതിലേക്ക് നമുക്ക് ആ ചുമന്നുള്ളിയും കൂടി ഇന്നിട്ട് ഒന്ന് ചതയ്ക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുമ്പോൾ മെഴുക്കുപുരട്ടിക്ക് വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാല, അതായത് ചുവന്ന മുളക്, വറ്റൽമുളക്, ചുവന്ന ഉള്ളി, കറിവേപ്പില, അതും ഇടിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് മെഴുക്കുപുരട്ടി അങ്ങ് വയ്ക്കാം. തീ കത്തിച്ചിട്ട് നമുക്ക് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആ പാൻ പെതുക്കെ ചൂടാകുന്ന ഉടനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കോവയ്ക്കായിട്ട് വയ്ക്കരുത്, കാരണം കോവയ്ക്കകത്ത് വെള്ളമുണ്ട്, അത് തന്നെ വെന്തോളും. അപ്പോൾ ഇതൊന്ന് പകുതി വേകട്ടെ. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇത് നമ്മൾ അടച്ചു വയ്ക്കാനും പാടില്ല. അപ്പോൾ വല്ലാതെ അങ്ങ് പതുങ്ങി ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വയ്ക്കുക. കാര്യം ചെറിയ തീയിൽ ഇത് വേകണം. നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് വേഗത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തീ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗത്തുമില്ല, പുറം അങ്ങ് കരിഞ്ഞു പോകും. കോവയ്ക്കായ്ക്കും ഒരു ചെറിയ പശ പോലെ ഉണ്ട്. ആ പശ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്കിനി ഇതിനകത്തേക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇതിനെ ഇട്ട് കൊടുക്കാം. അപ്പം ഉപ്പ് നോക്കണേ. ഇനി ഇത് ചെറിയ തീ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതി. നമ്മുടെ കിടിലൻ കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡിയാവും. പലതരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ചെയ്യാം. ഇത് ഒരു തരത്തിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. കോവയ്ക്ക മെഴുക്കുപുരട്ടി ഒരുവിധം നന്നായിട്ട് മൂക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഞാനത് കുറച്ചുകൂടെ ഒന്ന് മൂക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ തംസ് അപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള ഫീഡ്ബാക്ക് കമൻസായിട്ട് പോസ്റ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അത് ചാനലിന് ഒരുപാട് സപ്പോർട്ട് അല്ലെങ്കിൽ ഹെൽപ്പാണ് ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ പരുവത്തിന് കറക്റ്റായി വന്നിട്ടുണ്ട്. വറ്റൽമുളകും ഈ ചുവന്നുള്ളിയും കൂടെ ഇടിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനലിൽ ഒരുപാട് മറ്റു റെസിപ്പീസും ഉണ്ട്, അതും സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.